നമസ്കാരം. സ്നേഹജ്യോതിസ് ഗുരുകുലം. നമുക്ക് ഇന്നത്തെ ഭഗവാൻ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് പടിപടിയായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം ഏറ്റവും നല്ല രീതിയിൽ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ക്ലീം കൃഷ്ണായ. നമ്മൾ 2 കാർഡാണ് എടുക്കുക അതിൽ നിന്നും. അപ്പം ആദ്യം നിങ്ങളുടെ മനസ്സിൽ എന്താണോ കാർഡ് കണ്ടിട്ട് അതിലുള്ള മെസ്സേജ് കണ്ടിട്ട് എന്താണോ മനസ്സിൽ വരുന്നത് അത് ആദ്യം ശ്രദ്ധിക്കുക. അത് കാരണം നിങ്ങൾക്കുള്ള മെസ്സേജാണത്. ഇപ്പോൾ ആദ്യം ബിലീഫ് എന്നാണ്. ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ആക്ട്. ഹി വിൽ ഹെൽപ്പ് യു ആൻഡ് ഓൾ യുവർ പെയിൻസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് വിൽ ഗോ. ആക്ട് നൗ. അപ്പം അതാണ് ആദ്യത്തെ മെസ്സേജ്, ബിലീഫ്. വിശ്വാസം, വിശ്വസിക്കാൻ പറയണം. രണ്ടാമത്തത് പേഷ്യൻസ്, ക്ഷമ. ഓൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡഡ് ആൻഡ് ലവ് വിൽ ഫോളോ. ഹാവ് പേഷ്യൻസ്. കണ്ട, രണ്ടും കണക്റ്റായിട്ട് വന്നിരിക്കുക. ബിലീഫ്, വിശ്വാസത്തോടു കൂടി ക്ഷമയോടുകൂടി പ്രവർത്തിക്കുക. അതാണ് പറയുന്നത്. നമ്മുടെ കർമ്മം ചെയ്യുക, വിശ്വാസത്തോടു കൂടി ക്ഷമയോടുകൂടി നമ്മുടേതായ പ്രവർത്തികൾ ചെയ്യുക. അപ്പോൾ നമുക്കുള്ള റിവാർഡ്, ഓൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ലവ് വിൽ ഫോളോ. ഹാവ് പേഷ്യൻസ്. അപ്പോൾ ഇതിൽ പറഞ്ഞു വന്നിരിക്കുന്നത് ആക്ട് നൗ എന്ന ലാസ്റ്റ് വന്നിരിക്കുന്നത്. ആക്ട് നൗ, അതിന് തുടർച്ച എന്നുള്ള രീതിയിൽ ഓൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക, നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുക. ഹി വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ദൈവം നമ്മളെ സഹായിക്കും. ആൻഡ് ഓൾ യുവർ പെയിൻസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് വിൽ ഗോ. നമ്മുടെ എല്ലാ വേദനകളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പോകുമെന്നോ എങ്ങനെ വിശ്വസിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ. അത് വിശ്വസിച്ച് തിക്കും തിരക്കും കൂട്ടിയിട്ടല്ല, പേഷ്യൻസോട് കൂടി. കാരണം അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് തരേണ്ടത് ദൈവം തരും എന്നുള്ള പേഷ്യൻസോട്, ക്ഷമയോടുകൂടി. ഓൾ യുവർ ആക്ഷൻസ് വിൽ ബി റിവാർഡഡ് ആൻഡ് ലവ് വിൽ ഫോളോ. ഹാവ് പേഷ്യൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും വിശ്വാസത്തോടും ക്ഷമയോടുകൂടി നമ്മുടേതായ കാര്യങ്ങൾ, നമ്മുടേതായ പ്രവൃത്തികൾ, നമ്മുടേതായ കർമ്മങ്ങൾ ചെയ്തു പോവുക കേട്ടോ. അപ്പോൾ ആക്ടിന് ഇപ്പം തന്നെ പ്രവർത്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു നിമിഷം പോലും, അതായത് ഇന്ന് ചെയ്തു തീർക്കേണ്ടത് ഇപ്പം തന്നെ ചെയ്തു തീർക്കുക, ദൈവവിശ്വാസത്തോടു കൂടി. നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കരുത്. കാരണം പിന്നെ ആയാലും നമ്മൾ തന്നെ ചെയ്യണം, എപ്പോഴായാലും നമ്മൾ ചെയ്യണം. അപ്പോൾ എന്തിനാ ലേറ്റ് ആക്കുന്നത്? അപ്പം തന്നെ ചെയ്യുക. ഇനി നാളത്തെയാണോ നാളേക്ക് ചെയ്യേണ്ടതാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക. കാരണം എന്തായാലും നമ്മൾ ചെയ്യണം. ഏത് സമയത്താണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, അത് ഫിനിഷ് ആകുമ്പോൾ, നമ്മുടെ ആ ഡ്യൂട്ടി ഫിനിഷ് ആകുമ്പോൾ നമുക്കൊരു സമാധാനം, ഒരു സംതൃപ്തി വരും. ആദ്യം വരുന്നവർ അല്ലെങ്കിൽ ഭാരമായിരിക്കും. ഇനി അത് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് ഭാരം കൊണ്ട് നടക്കും നമ്മൾ. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് മാറ്റി വയ്ക്കും നമ്മൾ രാവിലെ ചെയ്യേണ്ടത്. പക്ഷെ വൈകുന്നേരം വരെ നമുക്കൊരു ഭാരം. അന്നേരം രാവിലെ ചെയ്യേണ്ടത് അപ്പം തന്നെ ചെയ്ത് തീർത്ത് ആ ഭാരം ഒഴിവായിപ്പോയി കേട്ടോ. അപ്പോൾ വിശ്വാസത്തോടു കൂടി ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആക്ടിനാവുമെന്ന് പറഞ്ഞു ഇപ്പം തന്നെ പ്രവർത്തിക്കുക. അപ്പോൾ ആക്ഷൻ വിൽ ബി റിവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആക്ഷൻസ് അതിനുള്ള ആ റിവാർഡ് ദൈവം തരും എന്നുള്ളത് ഉറപ്പിച്ച് പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.